യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധമായ നമസ്കാരം 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ അവർ 2 റക്അത്ത് നമസ്കരിച്ചാൽ മതി, ഖസറാക്കിയാൽ മതി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാരായ ആളുകൾക്ക് റവാത്തിബ് സുന്നത്തുകൾ അഥവാ ഫർള് നമസ്കാരങ്ങളുടെ മുമ്പും പിറകെയും വരുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ യാത്രയിൽ അവർ അനുഷ്ഠിക്കാതിരിക്കലാണ് നബിചര്യ. അത് വളരെ കൃത്യമായി സഹാബിമാരിൽ നിന്ന് നമുക്ക് ആ കാര്യത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമായ നിലക്ക് ഗ്രഹിക്കുവാനും സാധിക്കും. മഹാനായ ഹഫ്സ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അബ്ദുല്ലാഹിബ്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോനാണല്ലോ അബ്ദുല്ല, അദ്ദേഹത്തിൻ്റെ ബന്ധു തന്നെയാണ് ഹഫ്സ് അഥവാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ ആസിമിൻ്റെയും മകനാണ് ഹഫ്സ്. അപ്പോൾ അങ്ങനെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഞാൻ മക്കയിൽ ഒരു വഴിയിൽ സഹവസിച്ചിട്ടുണ്ട്. മക്കയിലേക്കുള്ള ഒരു വഴിയിൽ സഹവസിച്ചപ്പോൾ മഹാനായ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു ഞങ്ങളെ കൊണ്ട് ളുഹർ 2 റക്അത്ത് നമസ്കരിച്ചു. അഥവാ യാത്രക്കാരാണ്, അതുകൊണ്ട് ഖസറാക്കി നമസ്കരിച്ചു. പിന്നീട് ഞങ്ങളുടെ നേരെ അദ്ദേഹം നമസ്കാരത്തിൻ്റെ ശേഷം യാത്രക്കുള്ള ഒരുക്കങ്ങളിലേക്ക് ഏർപ്പെടവേ അദ്ദേഹം കാണുകയാണ് കുറച്ചാളുകൾ കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് ഈ കൂട്ടർ ചെയ്യുന്നത്? എന്ത് നിസ്കാരമാണിപ്പോൾ ഇവർ നമസ്കരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ സുന്നത്ത് നിസ്കരിക്കുകയാണ്. അപ്പോൾ മഹാനായ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ലൗ കുൻതു മുസബ്ബിഹൻ ല അത്മംതു സ്വലാത്തി, ഞാനെങ്ങാനും നിസ്കാരം ഇവിടെ സുന്നത്ത് നിസ്കാരം ഉണ്ടായിരുന്നുവെങ്കിൽ നിസ്കാരം ഞാൻ പൂർത്തിയാക്കി നിസ്കരിക്കൂലേ. ളുഹർ 2 റക്അത്താണ് നിസ്കരിക്കുന്നത് യാത്രക്കാർ ഖസറാക്കിയിട്ട്, പിന്നെ അതിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ളുഹർ ഖസറാക്കിയത് എന്ന അർത്ഥത്തിൽ മഹാനായ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു അതിനെക്കുറിച്ച് പരാമർശിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം ആ സദസ്സിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഈ വിഷയം പറഞ്ഞു കൊടുക്കുകയാണെന്ന് മഹാനായ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക, അതാണ് നമ്മുടെ വിഷയം. അദ്ദേഹം പറഞ്ഞു, ഇന്നി സഹിബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സഫരി, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ യാത്രയിൽ സഹവസിച്ചിട്ടുമുണ്ട്. അവിടുന്ന് മരണം വരെ 2 റക്അത്തിലേറെ അവിടുന്ന് നിസ്കരിച്ചിട്ടില്ല. അഥവാ ളുഹർ നമസ്കാരം അങ്ങനെ 4 റക്അത്തുള്ള നിസ്കാരമൊക്കെ ഖസറാക്കിയിട്ടല്ലാതെ യാത്രയിൽ അവിടുന്ന് നിർവഹിക്കാറില്ല. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിതാവാണല്ലോ, ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ സഹവസിച്ചിട്ടുണ്ട്. അവരൊക്കെ യാത്രയിൽ ഇങ്ങനെ 2 റക്അത്തല്ലാതെ അവരാരും നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഖസറാക്കിയിരുന്നു എന്നർത്ഥം. എന്നിട്ട് പറഞ്ഞു, വഖദ് ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്. ഇവിടെ എന്തിനാണ് ഞാൻ ഈ സംഭവം ഉദ്ധരിക്കുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും യാത്രക്കിടയിൽ റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിച്ചിരുന്നില്ല എന്ന് പറയാനാണ്. അതായത് ളുഹറിൻ്റെ മുമ്പുള്ള 4, ശേഷം 4, അതുപോലെ തന്നെ ഈ അസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്ര അക്കതല്ലാത്ത സുന്നത്തുകൾ 2, പിന്നെ ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ ഇടയിലുള്ള ആ സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, അതേപോലെ തന്നെ പിന്നെ ഈ മഗ്രിബിൻ്റെ ശേഷം ഇശായിൻ്റെ ശേഷമൊക്കെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റവാത്തിബ് സുന്നത്തുകൾ എന്ന നിലക്ക് അവിടുന്ന് യാത്രയിൽ നിർവഹിക്കാറില്ലായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് ഒഴിവാണ് ഫജറിൻ്റെ 2 റക്അത്ത്. അതും റവാത്തിബ് തന്നെയാണ്, മുഅക്കദായ സുന്നത്താണ്. അവിടുന്ന് യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒഴിവാക്കാത്ത ഒരു സുന്നത്തായിരുന്നു ഏത്? സുബഹി നമസ്കരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം. അതല്ലാത്ത ഫർള് നമസ്കാരങ്ങളുടെ ശേഷവും മുമ്പുമൊക്കെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളൊന്നും യാത്രക്കാർക്ക് വേണ്ടതില്ല. അത് നമസ്കരിക്കാതിരിക്കലാണ് നമുക്ക് പുണ്യം, പ്രവാചക ചര്യ അതാണ്. അതേ അവസരത്തിൽ ഫജറിൻ്റെ 2 റക്അത്ത് സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കാം. അതുപോലെ തന്നെ രാത്രിയിലെ നിസ്കാരം, വിത്ർ നമസ്കാരം, രാത്രി നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരങ്ങളൊക്കെ യാത്രയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നിർവഹിക്കാം. ളുഹാ നമസ്കാരം വേണമെങ്കിൽ നിർവഹിക്കാം. ഉദു എടുത്താൽ ഉടനെ നിർവഹിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കാം. അതേപോലെ തന്നെ പള്ളിയിൽ കയറി ഇരിക്കുന്നുണ്ട് നമ്മളെങ്കിൽ അവിടെ തഹിയ്യത്ത് 2 റക്അത്ത് നമസ്കരിക്കാം. തവാഫ് ചെയ്ത ഒരു വ്യക്തിക്ക് ആ തവാഫിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. അതൊക്കെ യാത്രയിലാണെങ്കിലും ആവാം. എന്നാൽ യാത്രക്കാർക്ക് സുന്നത്തില്ലാത്തത് ഫർള് നമസ്കാരങ്ങളോട് അനുബന്ധിച്ചുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ അവർ ഒഴിവാക്കലാണ് പുണ്യം എന്നാണ്.
അത് പ്രത്യേകം എടുത്തു പറയുന്നത്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, എന്താ ഇപ്പം നമ്മളാണ്ട് നിസ്കരിച്ചാൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം എന്താ എന്നൊക്കെ പറയാറുണ്ട്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യ അതാണല്ലോ നമ്മൾ ഏറ്റവും പ്രാധാന്യപൂർവ്വം നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, യാത്രക്കാർക്ക് ഈ രൂപത്തിലുള്ള പ്രത്യേകമായ റവാത്തിബ് സുന്നത്തുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അത് നിർവഹിക്കേണ്ടതില്ല. എന്നാൽ മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ അവർക്ക് നിർവഹിക്കാവുന്നതുമാണ്. ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക ചര്യയെ അനുധാവനം ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രത്യേകമായ നിലക്ക് സ്നേഹിക്കുന്ന, അതിലൂടെ റഹ്മാനായ റബ്ബിൻ്റെ സ്നേഹത്തിന് അർഹരായിത്തീരുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.